ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു കുഞ്ഞിത്തവളയുടെയും അവളുടെ അമ്മ തവളയുടേതുമാണ്. ഒരിടത്തൊരു ചെറിയ കുളത്തിൽ ഒരു കുഞ്ഞിത്തവളയും അവളുടെ അമ്മ തവളയും താമസിച്ചിരുന്നു. ഒരു നാൾ ഒരു നീർക്കോലിച്ചേട്ടൻ ആ കുളത്തിലേക്ക് നീന്തി നീന്തി എത്തി. അവൻ്റെ ലക്ഷ്യം ആദ്യം കുഞ്ഞിത്തവളയെ തിന്നുവാനും പിന്നെ അമ്മ തവളയെ തിന്നുവാനും ആയിരുന്നു. കുഞ്ഞിത്തവള നീന്തി തുടിച്ചു പോകുമ്പോൾ കുറേ തവളക്കുഞ്ഞുങ്ങൾ കുഞ്ഞിത്തവളയോട് പറയും, കൂട്ടുകാരിയാക്കാൻ ഞങ്ങളെ നീ കൂട്ടാമോ, ഞങ്ങളോടൊപ്പം കളിക്കാമോ? അപ്പം കുഞ്ഞിത്തവള പറയും, ഞാൻ നിങ്ങളോടൊപ്പം ഒന്നും കളിക്കാനില്ല, എനിക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, അവനാണിനി എന്നു മുതൽ എൻ്റെ ചങ്ങാതി. കുഞ്ഞിത്തവളയുടെ മറുപടി കേട്ട് മറ്റു തവളകൾക്കെല്ലാം സങ്കടം വന്നു. അങ്ങനെ നമ്മുടെ നീർക്കോലി പറയും, കുഞ്ഞിത്തവളെ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, അപ്പുറത്ത് വലിയൊരു കുളമുണ്ട്, നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി നീന്തി തുടിപ്പിക്കാം. അവൾ ഈ കാര്യം ഉടനെ തന്നെ അമ്മയോട് ചെന്നു പറഞ്ഞു. അമ്മേ, എന്നെ പുതിയ ഫ്രണ്ടായ നീർക്കോലിച്ചേട്ടൻ അപ്പുറത്തെ വലിയ കുളത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുന്നു, ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. അത് കേട്ട അമ്മ പറഞ്ഞു, മോളെ, നീ വെറുതെ ചെന്ന് അപകടത്തിൽ ചാടണ്ട, നമുക്ക് ഈ കുളം തന്നെ ധാരാളം, ഇവിടെ എത്ര തവളക്കുഞ്ഞുങ്ങളുണ്ട്, നമുക്ക് അവരോടൊപ്പം ജീവിച്ചാൽ പോരെ, എന്തിനാ വലിയ കുളത്തിലേക്ക് പോകുന്നത്? അവിടെയൊക്കെ ചെന്നാൽ പല പാമ്പുകളും ഉണ്ടാവും, നമ്മളെ പിടിച്ചു തിന്നും. നീ ആ നീർക്കോലിച്ചേട്ടനെ വിശ്വസിക്കരുത് കേട്ടോ, അവനൊരു പാമ്പാണെന്ന ഓർമ്മ വേണം നിനക്ക്, അമ്മ മകളെ ഉപദേശിച്ചു. പക്ഷെ നമ്മുടെ കുഞ്ഞിത്തവളയുണ്ടോ അത് വല്ലതും കേൾക്കുന്നു? അവൾക്ക് അപ്പുറത്തെ വലിയ കുളമായിരുന്നു എപ്പോഴും ചിന്ത. അതിൽ നീന്തി തുടിക്കുന്നതും പുതിയ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ ഉല്ലസിക്കുന്നതും ഒക്കെ അവളിങ്ങനെ സ്വപ്നം കണ്ട് നടന്നു. അങ്ങനെ ഒരു ദിവസം അവൾ നീർക്കോലിച്ചേട്ടൻ്റെ ഒപ്പം ഇറങ്ങി പുറപ്പെട്ടു. തൻ്റെ മുതുകത്തിരുത്തി കുഞ്ഞിത്തവളയെ തൻ്റെ മുതുകത്തിരുത്തി നീർക്കോലിച്ചേട്ടൻ അപ്പുറത്തെ കുളം ലക്ഷ്യമാക്കി നീന്തി. അങ്ങനെ അവർ അപ്പുറത്തെ കുളത്തിലെത്തി. അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു ഒരാൾ. ആരാണ്? നീർക്കോലിച്ചേട്ടൻ്റെ ഭാര്യ നീർക്കോലിച്ചേടത്തി. നമ്മുടെ കുഞ്ഞിത്തവളയെ തിന്നാനുള്ള വായിൽ വെള്ളമെല്ലാം നിറച്ച് കാത്തിരിക്കുകയായിരുന്നു നീർക്കോലിച്ചേട്ടൻ്റെ ഭാര്യ. അങ്ങനെ കുഞ്ഞിത്തവളയെ ഒരു പാറയുടെ മുകളിലിരുത്തി നീർക്കോലിച്ചേട്ടൻ പറയും, ഞാൻ ഇപ്പോൾ വരാട്ടോ, നീ ചാടി നീന്താൻ തുടങ്ങണ്ട, ഞാൻ എൻ്റെ ഭാര്യയെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി, കുഞ്ഞിത്തവള സമ്മതിച്ചു. നീർക്കോലിച്ചേട്ടൻ പതുക്കെ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. എടീ, നിന്റെ ആഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നീ വേഗം വാ, പാറയുടെ മുതുകത്ത് ഇരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിത്തവള, നല്ല ഇറച്ചിയുള്ള ഐറ്റമാണ്, നീ അതിനെ തിന്നോ, നീർക്കോലിച്ചേട്ടൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. നീർക്കോലിച്ചേട്ടനെയും കാത്തിരുന്ന കുഞ്ഞിത്തവളയ്ക്ക് ഭ്രാന്ത് കയറി. എത്ര നേരമായി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, നീർക്കോലിച്ചേട്ടൻ്റെ പൊടി പോലുമില്ല. കഷ്ടം, എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ തോന്നിയിട്ട് വയ്യ, ഇവിടെ നീന്തി തുടിച്ചിട്ട് വേണം ചെറിയ കുളത്തിൽ ചെന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ, ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു നീന്തലുണ്ട്. ഇങ്ങനെ വിചാരിച്ച് മുതുകത്തിരിക്കുന്ന കുഞ്ഞിത്തവളയുടെ അടുത്തേക്ക് ആണ് നമ്മുടെ കുഞ്ഞനാമ പതുക്കെ എഴഞ്ഞു വന്നത്. കുഞ്ഞനാമ കുഞ്ഞിത്തവളയോട് പറയും, നീ എവിടുന്ന് വരുന്നു? ഞാൻ അപ്പുറത്തെ കുളത്തുനിന്ന് വരുന്നു. ആ, ഇന്ന് നീയാണ് ആ നീർക്കോലിയുടെ ആഹാരം, അവനിങ്ങനെ എത്ര തവളകളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാമോ? അവൻ തിന്നാനാണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കുഞ്ഞിത്തവള പേടിച്ചു. കുഞ്ഞിത്തവള അമ്മ പറഞ്ഞത് ഇങ്ങനെ ഓർത്തു. കഷ്ടം, എൻ്റെ അമ്മ പറഞ്ഞത് കേൾക്കാതെ വന്നിട്ടല്ലേ എൻ്റെ ജീവൻ അപകടത്തിലായത്, ഇനി ഞാൻ എന്തു ചെയ്യും? കുഞ്ഞിത്തവള പേടിച്ച് വിറച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ കുഞ്ഞനാമ പറയും, നീ പേടിക്കണ്ട, ദാ ഈ ഇടവഴിയിലൂടെ നീ പതുക്കെ രക്ഷപ്പെട്ടോ, ഞാൻ പലരെയും ഇതിലൂടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അവൻ വരുമ്പോഴേക്കും നീ രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവൻ എന്നെയും നിന്നെയും തിന്നും. കുഞ്ഞനാമയുടെ പറച്ചിൽ കേട്ട് കുഞ്ഞിത്തവള ജീവനും കൊണ്ട് ആ ഇടവഴിയിലൂടെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചെത്തി. മകളെ കാണാതെ വിഷമിച്ചിരിക്കുന്ന അമ്മ കുഞ്ഞിത്തവളയെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. നീ എവിടെ പോയിരുന്നു? എൻ്റെ മോളെ കാണാതെ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ? അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ അമ്മ പറഞ്ഞത് കേൾക്കാതെയാണ് അപ്പുറത്തെ കുളത്തിലേക്ക് പോയത്, എന്നെ ആ നീർക്കോലി തിന്നേനെ, ആ കുഞ്ഞനാമയാ എന്നെ രക്ഷപ്പെടുത്തിയത്. ഓഹോ, അവൻ നിന്നെ തിന്നാനാണല്ലേ കൊണ്ടുപോയത്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മോളെ ആ ദുഷ്ടനായ നീർക്കോലിയുടെ കൂടെ പോകണ്ടെന്ന്, നീ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടല്ലേ നിനക്കിങ്ങനെ അപകടം വന്നത്, അമ്മ പറഞ്ഞു. ഇത് കേട്ട കുഞ്ഞിത്തവള ഒരു പാഠം പഠിച്ചു. അന്നു മുതൽ അവൾ അമ്മ പറഞ്ഞതെല്ലാം അനുസരിച്ച് നല്ല കുട്ടിയായി ആ കുളത്തിൽ തന്നെ ജീവിച്ചു. കഥ ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താണ് കൊച്ചുമക്കൾക്ക് പഠിക്കേണ്ട പാഠം? നമ്മുടെ അമ്മമാർ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കണം. ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ
നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അതേപോലെ തന്നെ നമുക്ക് പരിചയമില്ലാത്ത ആരുടെയും വാക്കുകൾ പെട്ടെന്ന് വിശ്വസിച്ച് എടുത്തു ചാടി അവരോടൊപ്പം അപകടങ്ങളിലേക്ക് പോകരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.